അറിയേണ്ടത് ഇത് സ്ഥിരം കൈകാര്യം ചെയ്ത് ഇതിപ്പോൾ ഔട്ട് ഓഫ് കേരള വരെ വരുന്ന ഡോക്ടർ മധുസൂദനൻ പിള്ള അല്ല മധുസൂദനൻ MD DM ന്യൂറോ കൺസൾട്ടൻറ്റ് പ്രൊഫസർ HOD ന്യൂറോളജി ഇദ്ദേഹം എഴുതിയിരിക്കുന്ന അഭിപ്രായം ശരത് 9 വയസ്സ് ഓൾഡ് എന്താ അത് അറിഞ്ഞൂടാ അല്ലേ വോക്കൽ ADHD കാറ്റാപ്രോൺ റിസീനിയ ഇത് കഴിച്ചിട്ട് എത്ര 3 ഡോക്ടറിന് മരുന്ന് കൊടുത്തപ്പോൾ മോന് പേടിച്ച് ഇങ്ങനെ ഇരിക്കാതെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും കട്ടിലേന്നേ അങ്ങനെ ആയപ്പോഴാണ് നമ്മൾ ഭാരതിൽ കൊണ്ട് കാണിച്ചത് ന്യൂറോയെ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ഞങ്ങൾ ലേക്ക് ഷോറിൽ വിട്ടു ഡോക്ടർ പരമേശ്വരൻ നായരെ വിട്ടു അവിടെ വിട്ടിട്ടാണ് അവിടുന്ന് പിന്നെ മരുന്ന് കഴിച്ചൊരു അങ്ങോട്ട് പുള്ളി ഉറക്കമാണ് രാവിലെ ഉറങ്ങി വൈകുന്നേരം വരെ ഉറക്കമായി മരുന്ന് കഴിക്കും റിസ്നിയ കഴിച്ച എഴുന്നേക്കത്തേ ഇല്ല ബെഡിൽ നിന്ന് എഴുന്നേക്കത്തേ ഇല്ല ഫുൾ ടൈം ഉറക്കുക അങ്ങനെയാണ് പിന്നെ ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എറണാകുളത്ത് ഒരു ഇടവനക്കാട് ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കൊച്ചിന് ഏറ്റവും ഒരു ഇവന് അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ 10 ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നോർമൽ ബ്രെയിൻ പാരൻകൈമ എന്ന് പറയുന്നത് നോ ഒബ്വിയസ് intra-axial, extra-axial, supratentorial or infratemporal lesion, no evidence of hemorrhage, infarct, edema, hypochem is normal in volume and sign and signal bilaterally എന്നൊക്കെ റിപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ സിസ്റ്റർ ബുദ്ധിമുട്ട് തോന്നുന്നത് പുള്ളിയുടെ കാര്യത്തിൽ? 1 വർഷം എന്ന് പറഞ്ഞു എന്തൊക്കെയാ? 1 വർഷമായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോൾ കൂടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നടക്കാൻ പറ്റത്തില്ല. നടന്നാൽ നമ്മുടെ കൂടെ കൂട്ട് റിട്ടേൺ വന്നിട്ട് ഇങ്ങനെ തുള്ളുക നിന്നുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അവിടെ നേരിടുന്ന തുള്ളുക എന്നിട്ട് ഇങ്ങനെ തരുതരും പിന്നെ ഈ അങ്ങോട്ട് മാറുന്ന ഇങ്ങനെ ഒരു നോട്ടം പുള്ളിക്ക് ഒരു കട്ടിലേന്ന് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് തുള്ളുക കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ ഒത്തിരി റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ് പറയും ഒരേ കാര്യം പിന്നെയും ചെയ്യും അങ്ങനെയാണ് എന്നാലും റിപ്പീറ്റേറ്റീവ് എന്ന് വരത്തുള്ളൂ. പിന്നെ ഐ കോണ്ടാക്ട് കുറയുന്ന ഒരു ഇടപാടുണ്ട് അങ്ങനെ ഉണ്ടോ പുള്ളിക്ക്? നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുമോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുമോ? കുഴപ്പമില്ല. പിന്നെ എന്താണ് പിന്നെ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കത്തില്ല അമ്മ ഇപ്പം നോർമൽ മൈൻഡ് വരുമ്പോൾ പറയും ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാൻ അറിയാതെ ചെയ്താൽ കുഴപ്പമില്ല അമ്മ ഇച്ചിരി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയുമ്പോൾ പിന്നെ പുള്ളിയല്ലേ പുള്ളിയുടെ ലോകത്ത് കാണിച്ചിട്ട് പറയുന്ന വാക്കുകളും ഒക്കെ വേറെ കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളിയുടെ ദേഷ്യം അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വളരെ ശുദ്ധ അസംബന്ധമായിട്ടുള്ള രീതിയിലൊരു പെരുമാറ്റം കാണാൻ പറ്റുമോ? ഒരു തീരെ നമുക്കൊരു കണക്ഷൻ കിട്ടാത്ത പോലെ പെരുമാറ്റം അങ്ങനെ ഇല്ല. സംസാരിക്കുന്ന രീതികളുടെ അസംബന്ധം സെൻസോടെ പറയും അല്ലേ? സെൻസോടെ തന്നെ പറയും. പഠിക്കാൻ നമ്പർ 1 ബുദ്ധിയായിരുന്നു ഇപ്പോഴും. പക്ഷെ നമുക്ക് റിസർച്ച് പരീക്ഷ ഞാൻ എഴുതിപ്പിച്ചു അതിൽ ഹൈ മാർക്കുണ്ട്. പഠിത്തത്തെ ബാധിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇതുവരെയും പഠിത്തത്തെ ബാധിച്ചിട്ടില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഡിസംബർ തൊട്ട് സ്കൂളിൽ പോയിട്ടുമില്ല പഠിച്ചിട്ടുമില്ല. കാരണം ഇത് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോൾ നമ്മൾ വിടുന്നില്ല ചാടി നിൽക്കുക. അതുകൊണ്ട് പിന്നെ ഇപ്പം ഇന്നലെ തന്നെയാണ് കട്ടിലെ കിടത്താൻ പറ്റുന്നത്. 10-11 കിടക്കാൻ പറ്റുന്നില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കൊത്തേറ്റ് തരും. കിടക്കുന്നതിനിടയ്ക്ക് എഴുന്നേറ്റിട്ട് പിന്നെ വീണ്ടും കിടക്കും. വീണ്ടും അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ചുറ്റുമുള്ള ശ്രദ്ധയൊക്കെ ഉണ്ടല്ലേ? ഇവിടെ ഇരുന്നാലും എല്ലാ കാര്യങ്ങളും സെക്കൻഡ് നേരം കൊണ്ട് എല്ലാം കൂട്ടണം ചെയ്യുന്നത്. കണ്ണ് കൂടെ അടയ്ക്കുമോ? കണ്ണ് അടയ്ക്കുന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം. എന്നാണ് നമ്മൾ കണ്ണാടി വെക്കാൻ കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കോ അല്ലേ? എങ്ങനെയാണ് മോനെ അന്ന് കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ടിരുന്നത്? ആദ്യം ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കും അല്ലേ? എന്നിട്ട് നമ്മൾ പറയുമ്പോൾ അതെന്നെ ഓർമ്മിപ്പിക്കുന്നില്ല നിങ്ങൾ എനിക്ക് അസുഖം വരുത്തുന്നു അങ്ങനെ നമ്മളോട് പറയുന്നു ഓരോന്ന് പറയുന്നു. പിന്നെ ഇവിടെ ഇപ്പം അവിടുത്തെ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വെച്ച് ഇവിടെ തേയ്മാനം വന്നെന്നാണ് പറഞ്ഞത്. ഈ ഒരു വശത്ത് ഇതുണ്ടായിട്ടുണ്ട് അത് സൂക്ഷിക്കണം എന്ന് പറയും. അങ്ങനെ ഒരു ഡോക്ടർ ഇങ്ങനെ കാണിച്ചോളാൻ പറഞ്ഞു. നമ്മളിപ്പോൾ കാണിച്ചില്ല. മുന്നോട്ട് വന്നിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. തലച്ചോറിലേക്ക് വന്നിട്ട് വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായി. ഇതിന്റെ സംഭവം ക്ലിയറാണ് കാര്യങ്ങൾ.